അത് കഴിഞ്ഞിട്ട് പേഴ്സണലി അതായിട്ട് ഞങ്ങൾ എന്താ പറയുക, അവിടെ ഞങ്ങൾ അത് ചെയ്തു. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലെന്നല്ല, പുറത്തെ ആൾക്കാർ അവർ പറയുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. അതായത് അവരെ നമ്മുടെ ഫാൻസും മീഡിയാസും അവർക്കെതിരെ സംസാരിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിച്ചു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെന്ത് ചെയ്തിട്ടാണോ? നമ്മുടെ ഫാൻസും നമ്മുടെ ആൾക്കാരും പ്രതികരിക്കും. അത് അവരുടെ സ്നേഹവും നമ്മളോട് സ്നേഹമാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് സ്നേഹമാണ് അവരോട് പ്രതികരിക്കണം. തിരിച്ച് നമ്മളോടും പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ഫാൻസിൻ്റെ ആൾക്കാർ നമ്മളോടും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ തിരിച്ചൊരു മറുപടി പോലും അവരിടുന്ന കമൻറ്റിനെതിരെ ഞാൻ കൊടുത്തിട്ടില്ല, ഒരാൾക്കോലും കൊടുത്തില്ല. നോട്ടീസ് കാര്യങ്ങൾ വ്യക്തമാക്കി. എന്താണ് പറയുന്നത്? അഡ്വക്കേറ്റ് എന്ന നിലയിൽ കേസ് പഠിച്ചിട്ടുണ്ടാവും. ഇത് വലിയൊരു കേസായിട്ട് ഞങ്ങൾ ഇപ്പോൾ വലിയ മീഡിയ അറ്റൻഷൻ കിട്ടിയ കേസാണ്. അത് അത്രയും ഒരു സ്ത്രീയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്, ജിൻഡോയുടെ പേര് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത്? ജിൻഡോന്റെ കേസ് എന്ന രീതിയിൽ ഉപരി സെൻസേഷണൽ ഒരു കേസാണിത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് നോട്ടീസാണ്. അതിനകത്ത് എഫ്ഐആറിനകത്ത് നമ്മുടെ പേര് മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് നമുക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ന്യൂസസ് നമുക്ക് കിട്ടിയിട്ടില്ല. അടിസ്ഥാനരഹിതമായിട്ട് ചില ആൾക്കാർ നമ്മളെ പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിനും ബാധിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത തരത്തിലും പ്രചരിപ്പിച്ച് തുടങ്ങിയപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത്. കേസ് നടക്കുന്നുണ്ടല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലുള്ള ഒരു കേസിനെ പറ്റിയിട്ട് അധികം പറയാനും പാടില്ല. നമ്മളെന്തായാലും ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നുണ്ട്. ജിൻഡോയുടെ പേരിൽ പറഞ്ഞ ജിൻഡോ ചാറ്റിംഗ് ഉള്ളതാണെന്ന് എൻ്റെ അറിവ്. ചാറ്റിംഗ് ആ കുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിൻഡോ അതിന്റെ കൃത്യമായ മറുപടി പറഞ്ഞു. അതൊക്കെ അതിനെതിരെയൊക്കെ ഒരു ജിൻഡോ വിളിച്ച് ചോദ്യം ചെയ്യിപ്പിക്കുന്നത് അന്വേഷണ ഭാഗമാണ്. നമ്മളൊരിക്കലും അത് തെറ്റ് പറയാൻ പറ്റില്ല. ആ കേസുകൾ ജിൻഡോ അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഗൂഗിൾ പേ ചെയ്യാനുള്ള കാരണം ജിൻഡോ പറയുന്നത്. പക്ഷെ അതിനൊരു തെളിവുകൾ ശേഖരിക്കാതെയാണല്ലോ ഇപ്പം ജിൻഡോയ്ക്ക് നോട്ടീസ് വന്നിരിക്കുന്നത്. അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനല്ലേ, ഏതറ്റം വരെ പോകാനുള്ള തീരുമാനം? അതെ, തീർച്ചയായിട്ടും. ഒരു അലിഗേഷൻ നമുക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ നേരിടും. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം. നമുക്കതിനകത്ത് യാതൊരു തർക്കമില്ല. എല്ലാ പ്രോസസ്സിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിച്ചപ്പോൾ മുതലേ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നതാണ്. നമുക്ക് യാതൊരു തർക്കമില്ല അതിൽ. നമുക്കെതിരെ വരുന്ന അല്ലാത്ത അലിഗേഷൻസിൽ മാത്രമേ നമുക്ക് കുഴപ്പമുള്ളത്. പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കും, ഇപ്പൊ നമുക്കറിയാം. അപ്പോൾ അതിലൊരു റെലവെന്റ് അല്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മൾ തന്നെ ഒരു ചായ കുടിക്കാൻ പോയാൽ നമ്മൾ പുറത്ത് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ എല്ലാം ഡിജിറ്റലൈസ് ആണ്. നമുക്ക് പല ആൾക്കാർക്കും പൈസ അയക്കേണ്ടി വരും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടൈം വരുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മള് ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറസ്റ്റ് ചെയ്തു എന്ന് പോലെയുള്ള ന്യൂസുകൾ സ്പ്രെഡ് ആകുമ്പോൾ ഗൂഢാലോചന അല്ലാതെ അതിനപ്പുറം അതിലൊന്നും പറയാനില്ല. എന്തായാലും ജിൻഡോയ്ക്കും 2-3 ആൾക്കാർക്കല്ല നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒരുപാട് പേർക്ക് നോട്ടീസ് അവിടുന്ന് പോയിട്ടുണ്ട്. ബാക്കി വ്യക്തികളുടെ പേരൊന്നും വന്നിട്ടില്ല. അപ്പോ തീർച്ചയായിട്ടും ഇത് ഗൂഢാലോചന ഇല്ല. ഞാൻ എനിക്കൊരു കാര്യം പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിളിപ്പിച്ചേക്കണത് ആരാളോ അവരെൻ്റെ പേര് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ട്രാൻസാക്ഷൻ നടന്നതെന്ന് പറഞ്ഞിട്ടാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നത്. അതായത് എന്നെ വിളിപ്പിച്ചേക്കണത് അവരെൻ്റെ പേര് പറഞ്ഞിട്ടല്ല. അതായത് എന്നെ വിളിപ്പിച്ചേക്കണത് എൻ്റെ ഇതിനകത്ത് ട്രാൻസാക്ഷൻ നടന്നുള്ള ഭാഗമായിട്ടാണ്, അല്ലാതെ എൻ്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞല്ല. മനസ്സിലായോ? അപ്പോൾ അത് അവർ പേര് പറഞ്ഞുള്ളത് നിങ്ങൾ ആരും കേട്ടണ്ട, ആരും കേട്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഇവർ സംഭവിച്ചത് ഈ മീഡിയ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഇന്നലെ കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു. ഇങ്ങോട്ട് വന്നേലും ഇന്നലെ രാത്രി കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു, സാറേ ഇത് എന്താണ് സംഭവം, എന്തിനാണ് എന്നെ വിളിച്ചത്, കാര്യം ഇങ്ങനെ എന്നെ ചോദിച്ചേ. അപ്പോൾ പറഞ്ഞു ജിൻഡോ അത് ഇപ്പോൾ ജിൻഡോ ആണെങ്കിൽ അന്വേഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ രണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് ചെറിയ അതായത് എന്താ പറയുക, ആരാണ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ആളാരെന്ന് വ്യക്തമല്ല എനിക്ക്. അങ്ങനെ ഞാൻ ക്ലിയറായിട്ട് പറയും എന്തിനാന്നുള്ളത്.
മനസ്സിലായോ? എനിക്ക് പറയുന്ന ആളെ ഒരു വ്യക്തിയല്ല, എനിക്ക് ക്ലിയർ അല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടി കളിച്ചൂടെ? ഞാൻ ഓടി കളിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കല്ലേ. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു പേടിയുമില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അവരുടെ കേസ്, അതായത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ 1-2 നടക്കുമ്പോൾ അത് ചെറിയ ചെറിയ പൈസയാണ്. പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ അതെന്താണെന്നറിയാൻ ജിൻഡു ആണെങ്കിൽ വിളിച്ചു വരത്തില്ലേ? 10 രൂപ ചെയ്തുള്ളൂ, അല്ലാണ്ട് അവർ പേര് പറഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനത്തെ ഒരു പ്രചരണം നിങ്ങൾ ഉണ്ടാക്കില്ലേ. കാരണം വെച്ചാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവരുടെ മൊബൈലിൽ ട്രാൻസാക്ഷൻ കണ്ടു, അവരുടെ മൊബൈലിൽ ട്രാൻസാക്ഷൻ കണ്ടു, അവർ വിളിച്ചോളൂ, ഇത്രേ ഉള്ളൂ. ഞാൻ അവരുടെ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ പൈസയിൽ ഒരു 3/4 ഭാഗവും ഞാൻ മറ്റുള്ളവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിങ്ങൾ കണ്ട എൻ്റെ കുട്ടിയുടെ കല്യാണം നടത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് മദർ തെരേസ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ഒരു കാര്യം തരില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കാരണം ചോദിക്കുന്ന ആളെ എന്തിനാണ് ചോദിക്കണമെന്ന് പോലും പിന്നീട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. കാരണം ഇന്നലെ കൂടി ഒരാൾ വിളിച്ചതിനോട് പൈസ ചോദിച്ചു, വീടിൻ്റെ വാടക കൊടുക്കാനില്ല, ഇത്തിരി പൈസ തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പൈസ കൊടുക്കാൻ നിർത്തി. ഇത് പറഞ്ഞു സത്യം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പറയണത്. അല്ലാണ്ട് നമ്മൾ പേടിച്ച് ഓടണമല്ല. ആരെയും വിളിച്ച് പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ആളാണ് ഞാൻ. അത് തെറ്റായ കാരണങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം നമ്മൾ ഒരു സാധാരണ മനുഷ്യനാണ്, അത് മനസ്സിലാക്കാം. എൻ്റെ നിങ്ങൾ പറയേണ്ട അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക ഞാൻ എന്താണെന്നുള്ളത്. അറിയാൻ പാടാത്ത ആൾക്കാർ അതൊന്നും പറഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും ചോദിക്കില്ല ദൈവത്തോർത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക വിഷമങ്ങൾ സഹിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ബിഗ് ബോസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പലതും കേട്ടിട്ടുണ്ടാവും. അവൻ ഞങ്ങൾ കപ്പടിപ്പിക്കില്ല, കാര്യങ്ങൾ അടുപ്പിക്കില്ല, നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പുറത്ത് ആൾക്കാർ ഇങ്ങനെ കപ്പടിപ്പിക്കില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്തോ ജനം അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇത്രയും, അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പാർന്ന സീസണായിട്ട് ജയിച്ചത് ഏഷ്യാനെറ്റ് തന്നെ ലാലേട്ടന് മുമ്പിൽ നിന്ന് പ്രചരിച്ച സാധനം ഞാൻ അടിച്ച ബിഗ് ബോസ് വിന്നറാണ്. അപ്പോൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടി ഞാൻ ജയിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. കാരണം എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല സത്യം പറഞ്ഞു. ജനങ്ങൾ ബോധിപ്പിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങണ മാധ്യമത്തിന് അത് ആരായാലും സത്യമാണ് ഞങ്ങൾ വെറുതെ വിടില്ല. കാരണം അതെൻ്റെ പ്രസിഡൻറ്റിൻ്റെ പ്രശ്നമാണ്. നിയമപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട്. അത് കാര്യങ്ങൾ അവർക്ക് വഴിയെ മനസ്സിലാക്കും.